ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മാത്രം തന്നെ എടുക്കും. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കിട്ടുന്നതാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ബുക്കോ അതോ പാസ്ബുക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേ യൂസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രാഞ്ചിലൊന്നും പോകേണ്ട ആവശ്യം വരില്ല. ഓക്കെ, നമുക്ക് PNB അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക PNB1. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലോഗിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചില പെർമിഷൻസ് ചോദിക്കും, അതിനെ അലോ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളെ ഫ്രണ്ടിൽ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ടാകും സിം വെരിഫിക്കേഷൻ നടക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഈ നമ്പർ വന്നിട്ട് നിങ്ങളെ നമ്പറാണോ, ഈ സിമ്മിലൂടെ നിങ്ങളെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ നടക്കും. ഇനി ഈ നമ്പറാണ് നമ്മൾ അക്കൗണ്ടിൽ ആഡ് ആകാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ സിം കാർഡ് വന്നിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളെ സിം കാർഡിലൂടെ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് SMS വരും. അതുകൊണ്ട് ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മളെ ഫ്രണ്ടിൽ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. അഥവാ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ട്രാൻസാക്ഷൻ എല്ലാം. ഇവിടെ എൻ്റെ ഒരു പുതിയ അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ ഡാഷ്ബോർഡിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഓപ്പൺ ഇൻസ്റ്റന്റ് ബാങ്ക് അക്കൗണ്ട് വിത്ത് PNB. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ അക്കൗണ്ട് വന്നിട്ട് 4 സ്റ്റെപ്പിലൂടെയാണ് ഓപ്പൺ ആകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 മിനിറ്റിൽ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഡിജിറ്റലിലൂടെയാണ് എല്ലാം കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് ഓപ്പൺ സേവിംഗ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് നമ്മളെ പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ നമ്മളെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതിൽ ഏതാണ് ക്യാപ്ച ഇവിടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നമ്മൾ ആധാർ നമ്പർ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫുൾ ആയിട്ട് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ആധാറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ ആധാർ കാർഡിൽ ഏത് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ നമ്മൾ ആധാർ മൊബൈൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് ഇനിയൊരു വെരിഫിക്കേഷൻ നടക്കും. ഇതിലാരും കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ആധാർ വെരിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് CKYC വെരിഫിക്കേഷൻ. ഇപ്പൊ നോക്കുമ്പോൾ ഗവൺമെന്റ് സൈഡിലൂടെ ഒരു സെൻട്രൽ KYCന്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും KYC ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അതോ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലോ അതോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അതോ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പോളിസി എടുക്കുകയാണെങ്കിലോ അപ്പോൾ ആ സമയത്തിൽ നിങ്ങളെ CKYC റെക്കോർഡ് വന്നിട്ട് അലോ ആക്കും. അഥവാ നിങ്ങളെ കേസിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെ കയ്യിൽ CKYC റെക്കോർഡ് ഇല്ലെങ്കിൽ അപ്പോൾ ആ കേസിൽ ഈ ഓപ്ഷൻ കാണിക്കൂല. അല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ നമുക്ക് OTP കാണിക്കുന്നുണ്ടാകും. അഥവാ നിങ്ങളെ CKYC റെക്കോർഡിൽ നേരത്തെ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്ലോസ് ടു പ്രൊസീഡ് വിത്തൗട്ട് CKYC വെരിഫിക്കേഷൻ. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ഇല്ലാതെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ എന്റെ ഇതിൽ രജിസ്റ്റർ മൊബൈൽ നമ്പറിൽ OTP വന്നിട്ടുണ്ട്. അതിനെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മളെ റെക്കോർഡ് വന്നിട്ട് CKYCയിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയൊരു കാര്യം ഇവിടെ കാണുമ്പോൾ CKYC ഡോക്യുമെന്റ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ താഴോട്ട് കാണുമ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫ് കാണാൻ പറ്റും, നമ്മളെ ആധാറിന്റെ പ്രൂഫ് ഇവിടെ കാണാൻ പറ്റും, നമ്മളെ സിഗ്നേച്ചർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വ്യൂ ചെയ്ത് ചെക്ക് ചെയ്യാനും പറ്റും, അതിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും. ഇതിലൂടെ നിങ്ങളെ ഫോം വന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫിൽ ചെയ്യാനും പറ്റും. അഥവാ നിങ്ങൾ സ്വന്തമായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണോ അതോ ആധാറിന്റെ പ്രൂഫ് സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യണോ അതോ നിങ്ങളെ സിഗ്നേച്ചർ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാനും പറ്റും. പക്ഷെങ്കിൽ അഥവാ നിങ്ങൾ CKYCയുടെ ഡാറ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങളെ ഫോം വന്നിട്ട് ഫിൽ ചെയ്യാനും പറ്റും. ഇവിടെ അഥവാ നിങ്ങൾ ഇതിനെ സ്കിപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. ഇനി നമ്മളെ ഫ്രണ്ടിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽ. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ പേരിന്റെ ഫ്രണ്ടിൽ എന്താണ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മിസ്സസ് ആണോ മിസ്റ്റർ ആണോ കുമാരി ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ നെയിമിൽ കാണുമ്പോൾ നമ്മളെ ആധാർ റെക്കോർഡിലൂടെ നമ്മളെ പേര് ഓട്ടോമാറ്റിക് ഫിച്ചായി വന്നിട്ടുണ്ട്. അതിനുശേഷം മൊബൈൽ നമ്പർ അതും വെരിഫൈഡ് ആണ്. അതിനുശേഷം ഇനിയൊരു മൊബൈൽ നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ എക്സ്ട്രാ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആൾട്ടർനേറ്റീവ് നമ്പറും രജിസ്റ്റർ ആയി കഴിയും. ഇത് വന്നിട്ട് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഇവിടെ മെയിൻ വെരിഫിക്കേഷൻ നടക്കുന്ന നമ്മളെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ പ്രൈമറി മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുന്നു. ഇതിലൂടെയാണ് നമുക്ക് കഴിയുന്നത്. ഇതിനുശേഷം ഇമെയിൽ ID കൊടുക്കാൻ പറയും. ഇവിടെ കൊടുത്തിട്ട് സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഇവിടെ കൊടുത്ത ഇമെയിൽ IDയിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. അത് വന്നിട്ട് മെയിലിലൂടെയാണ് നമുക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലൂടെ ഒരു
OTP വന്നിട്ടുണ്ടാകും. ഈ OTP നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇതേപോലെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇമെയിൽ വെരിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് അഡ്രസ് ഡീറ്റെയിൽ. ഇവിടെ നമുക്ക് പെർമനന്റ് അഡ്രസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഓൾറെഡി അഡ്രസ് വന്നിട്ട് മെൻഷൻ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് താഴെ 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങളെ കറന്റ് അഡ്രസ് ഇവിടെ കൊടുക്കേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ആധാറിൽ എന്താണ് അഡ്രസ് ഉള്ളത് ആ അഡ്രസ് കൊണ്ട് നമ്മളെ ബാങ്കുകാർ പെർമനന്റ് അഡ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ നിങ്ങൾ ഒരു കണ്ടീഷനിൽ നിങ്ങൾ അത് ഒരു ജോബ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ വേറെ ലൊക്കേഷനിൽ ഷിഫ്റ്റ് ആയി നിങ്ങൾ കറണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സമയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്റെ കേസിൽ ഞാൻ സെയിം അഡ്രസ്സിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യെസ് എന്ന് കൊടുത്തു. അതുകൊണ്ട് ഞാൻ കറന്റ് അഡ്രസ്സിലും ഇത് തന്നെ കൊടുത്തു. അഥവാ നിങ്ങൾ വേറെ അഡ്രസ്സിലാണെങ്കിൽ വേറെ ലൊക്കേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അഥവാ ബാങ്കിന്റെ വെൽക്കം കിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ അഡ്രസ് കറന്റ് അഡ്രസ് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ ബ്രാഞ്ച് സെലക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രാഞ്ച് ഇവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ അഡ്രസ് ലൊക്കേഷനിലൂടെ നിങ്ങളെ ബ്രാഞ്ച് വന്നിട്ട് പിൻകോഡിലൂടെ ഓട്ടോമാറ്റിക് ഫിച്ച് ആയി കാണിക്കും. പക്ഷേ 90% ബ്രാഞ്ചിൽ ഇതിവിടെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഫിച്ച് ആയി കാണിക്കും. ഇവിടെ ഒരു ചില സമയം നമുക്ക് ഇഷ്ടമുള്ള ഓരോ ബ്രാഞ്ചുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. കുറേ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന അഡ്രസ്സിൽ നമുക്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡു യു വാണ്ട് ടു ചേഞ്ച് ദ ബ്രാഞ്ച്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ബ്രാഞ്ച് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാഞ്ചിന്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ നെയിം കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബ്രാഞ്ചിന്റെ ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും പറ്റും. ഇനി ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മളെ വീടിന്റെ അടുത്തുള്ള ബ്രാഞ്ച് ഇവിടെ ഷോ ആകുന്നുണ്ട്. ഇതിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാണ് നമ്മളെ ഹോം ബ്രാഞ്ച് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് താഴോട്ട് വരണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഡീഷണൽ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മളെ മദർ നെയിം ഇവിടെ കൊടുക്കണം. അതേപോലെ നമ്മളെ മെറിറ്റൽ സ്റ്റേറ്റസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. മാരീഡ് ആണോ സിംഗിൾ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്ഷൻ കാണാൻ പറ്റും റിലീജിയൻ. ഇവിടെ നമുക്ക് ഹിന്ദു മുസ്ലിം ഏതാണോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ റിലീജിയൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി കാറ്റഗറി സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഏതാണോ സോഷ്യൽ കാറ്റഗറി ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, ഇതിൽ നിന്ന് ഏതാണോ നിങ്ങൾ അക്കോർഡിംഗ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും കസ്റ്റമർ ടൈപ്പ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു ചില ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ നമുക്ക് ഇവിടെ ഫാർമർ കാണാൻ പറ്റും. അതേപോലെ അതർ ഇൻഡിവിജ്വൽ ഇവിടെ കാണാൻ പറ്റും. അഥവാ നിങ്ങൾ ഗവൺമെന്റ് എന്തെങ്കിലും സർവന്റ് ആണെങ്കിൽ ഇവിടെ അതിന്റെ അക്കോർഡിംഗ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾ ഇവിടെ ഫാർമർ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷനും കാണാൻ പറ്റില്ലെങ്കിൽ ഇവിടെ അതർ ഇൻഡിവിജ്വൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ ലെവൽ എന്താണെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. SSLC ആണോ, HSC ആണോ, ഗ്രാജുവേറ്റ് ആണോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, ഏതാണ് നിങ്ങളെ അക്കോർഡിംഗ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസബിലിറ്റി സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. അഥവാ നിങ്ങളെ കേസിൽ ആരെങ്കിലും ഡിസബിൾ പേഴ്സൺ ആണോ, ഹാൻഡിക്യാപ്പ് പേഴ്സൺ ആണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ തന്നെ നമുക്ക് ഇനി ഒരു ഓപ്ഷൻ കാണാൻ പറ്റും റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്. ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽ ഇൻഡിവിജ്വൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ തന്നെ ഇനി ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇൻകം ആൻഡ് പ്രൊഫഷണൽ ഡീറ്റെയിൽ. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് വരണം. ഇവിടെ നിങ്ങളെ പ്രൊഫഷണൽ എന്താണ് ഇവിടെ ആക്ടിവിറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ ഫാർമർ ആണെങ്കിൽ ഫാർമർ കൊടുക്കാൻ പറ്റും. അതോ ഏതെങ്കിലും ജോബ് ചെയ്യുകയാണെങ്കിലോ, അതോ ഗവൺമെന്റ് എംപ്ലോയി ആണോ, അതോ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അഥവാ ഏതെങ്കിലും സ്റ്റുഡന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്റ്റുഡന്റിന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ സ്റ്റുഡന്റിന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഓക്യുപ്പേഷൻ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡന്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ സ്റ്റുഡന്റ് ഒരു ഓക്യുപ്പേഷൻ ഒന്നും കാണൂല. അതുകൊണ്ട് നമുക്കിവിടെ അതർന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആബ്സല്യൂട്ട് ആനുവൽ ഇൻകമിൽ വരണം. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 12 മാസത്തിൽ എത്ര ഇൻകം വരുന്നോ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ വർഷത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് കുറച്ചോ കൂടുതലോ നിങ്ങൾക്ക് പിന്നീട് കൊടുക്കാൻ പറ്റും. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് ചൂസ് അക്കൗണ്ട് ടൈപ്പ്. എവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അകത്ത് ഇപ്പൊ മുതലില്ല, നേരത്തെ ഇതിന്റെ അകത്ത് ഒരുപാട് ടൈപ്സിലുള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ലിമിറ്റഡ് ഓപ്ഷൻ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം PNB എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ടൈപ്പിന്റെ അക്കൗണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടാകും. അപ്പോൾ ഏത് ടൈപ്പിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ PNB യൂണിറ്റി സേവിംഗ് അക്കൗണ്ട്, PNB വിമൻ പവർ സേവിംഗ് അക്കൗണ്ട്, അതോ ഏതെങ്കിലും സ്ത്രീ ആണെങ്കിൽ ഇതും ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ PNB ഇലൈറ്റ് സേവിംഗ് അക്കൗണ്ട്. ഇനി ഒരുപാട് ടൈപ്സിലുള്ള അക്കൗണ്ടുകളുണ്ട്. അതോ നിങ്ങൾ ഇവിടെ കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ എന്തൊക്കെ ഡിഫറൻസ്
ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാത്തിലും ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ടാകും, ചെക്ക് ബുക്ക് കിട്ടുന്നുണ്ടാകും, ബാക്കി എല്ലാത്തിന്റെ ട്രാൻസാക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ടാകും, അതേപോലെ SMS അലേർട്ട് കിട്ടുന്നുണ്ടാകും. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാകും. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണിക്കുന്നുണ്ടാകും നിങ്ങളെ മിനിമം ബാലൻസ് എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാകും വളരെ കുറവായിട്ട് നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ കുറച്ച് ചാർജസ് ആണ് ഇവിടെ എടുക്കുന്നുണ്ടായി. ഇവിടെ ബാക്കി ബാങ്കുകൾ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അഥവാ നിങ്ങൾ ICICI ബാങ്ക് HDFC ബാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ PNB യൂണിറ്റി സേവിംഗ് അക്കൗണ്ട്, ഇതിൽ നമ്മൾ കാണുമ്പോൾ ഈ അക്കൗണ്ടിൽ വന്നിട്ട് ഒരു ചില നമുക്ക് ആവറേജ് മെയിൻറ്റെയിൻ ബാലൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. അത് എത്ര ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും 500 രൂപ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് റൂറൽ അക്കൗണ്ടിൽ. അതിനുശേഷം സെമി യൂർബൻ അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും സിറ്റി സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് 1000 റുപ്പീസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ മെട്രോ ഏരിയ സൈഡിലാണെങ്കിൽ 2000 രൂപ മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിലെല്ലാം ഇത്രയും ബാലൻസ് മാത്രം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഒരു ചിലവർക്ക് ഈ സംശയങ്ങൾ കാണും. ഇവിടെ നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കാം. ഇപ്പോഴത്തെ സമയത്തിലെ എല്ലാ ബാങ്കുകളിലും 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് ക്ലോസ് ആക്കിയിരിക്കുകയാണ്. അതിനെ ഇപ്പൊ ആരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല, അതിനെ ഇപ്പൊ ഓട്ടിക്കുന്നുണ്ടാവില്ല. അതിൽ സർവീസസ് എല്ലാം വളരെ കുറവായിട്ടാണ് കിട്ടുന്നത്. ഓൺലൈൻ ആക്സസും കൂടെ കിട്ടുന്നുണ്ടാവില്ല. ഈ ഒരു അക്കൗണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആക്സസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് എല്ലാ സർവീസസും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ വന്നിട്ട് PNB യൂണിറ്റീസ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം എല്ലാവരും ഈ പേജിന്റെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ടാകും നോമിനി ഡീറ്റെയിൽ. മിനിമം അക്കൗണ്ടിലൂടെ ഒരു നോമിനി ആഡ് ആവാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ സമയത്തിൽ. ഇവിടെ നിങ്ങൾ യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കേസിൽ നിങ്ങളെ നോമിനിയുടെ പേര് ഇവിടെ ആഡ് ചെയ്യേണ്ട ഓപ്ഷനുകൾ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് സിമിൾട്ടേനിയസ്, സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സക്സസീവ്. അഥവാ നിങ്ങൾ അക്കൗണ്ടിലൂടെ നോമിനി ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒന്നിനേക്കാളും കൂടുതൽ നോമിനി ആഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളില്ലാത്ത സമയം അവർക്ക് വന്നിട്ട് പൈസ കിട്ടും. ആരൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളെ വൈഫോ നിങ്ങളെ മോനോ മോളോ ആരെങ്കിലും നിങ്ങളെ പേര് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അവർക്ക് വന്നിട്ട് 50-50 ആയിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഇവിടെ കൊടുക്കാനും പറ്റും. ഇത് പോയിട്ട് സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യൂല. ഇവിടെ ബേസിക്കലി ഇവിടെ എന്താണെന്ന് വെച്ചാൽ നോമിനി വന്നിട്ട് നിങ്ങൾ ആരെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അഥവാ അവരും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരാളിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഈ പൈസ കിട്ടും. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് കറക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോമിനിയുടെ പേരെന്താണ്, അവരുടെ എന്താണ് റിലേഷൻ നിങ്ങളോട്, അതേപോലെ അവരെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ എത്ര % ഷെയർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെന്ന് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ 100% ആണ് കാണണം. അഥവാ നിങ്ങൾ വേറെ ഒരു % കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 50% ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അഥവാ നിങ്ങൾ ഒരേ ഒരു നോമിനി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 100% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ എമൗണ്ട് വന്നിട്ട് ഫുൾ ആയിട്ട് അവർക്ക് തന്നെ ഷെയർ ആകും. അഡ്രസ് നമ്മൾ തന്നെ കാണും. അപ്പോൾ നമുക്ക് ഇത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നോമിനീസ് ഇവിടെ ആഡ് ചെയ്യാനും പറ്റും. സോ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്ത് വിടാനും പറ്റും. ഇനി ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഏതൊക്കെ സർവീസസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിൽ നിങ്ങൾക്ക് അഥവാ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും, ചെക്ക് ബുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ സർവീസസ് വേണോ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ സ്റ്റേറ്റ്മെന്റ് SMS അലേർട്ട് ഇത് കിട്ടുന്നതാണ് എല്ലാവർക്കും. അതിന് സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ മോസ്റ്റ്ലി ഇൻഫർമേഷൻ വന്നിട്ട് ആധാറിലൂടെ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ KYC-യിലൂടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ മിസ്റ്റേക്കുകൾ വരാൻ കൂടുതൽ സാധ്യത ഉണ്ടാകില്ല. എന്നാലും നിങ്ങൾ ഇവിടെ വൺസ് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിന് വേണ്ടി റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഫൈനൽ കൺസെപ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനെ സ്ക്രോൾ ചെയ്യണം. അതിനുശേഷം യെസ് കൺഫേം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ജനറേറ്റ് ആയി വരും. അതിന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ സേവ് ആക്കി വെക്കുക. ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഈ ഫോം വന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് KYC ചെയ്യണം. ഇവിടെ കാണുമ്പോൾ നമ്മൾ ഓൺലൈനിലൂടെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ വീഡിയോ KYC നടക്കും. വീഡിയോ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പ്രൊസീഡ് ടു KYC. ഈ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അഥവാ നിങ്ങൾ വീഡിയോ KYC ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഏതൊക്കെ ഇൻഫർമേഷനുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ പേരായാലും നിങ്ങളെ അച്ഛനമ്മയുടെ പേരായാലും, അതേപോലെ നിങ്ങൾ ഏതാണ് ഓക്യുപ്പേഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഏതാണ് ആനുവൽ ഇൻകം എത്രയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ ചോദിക്കും വീഡിയോ വെരിഫിക്കേഷനിലൂടെ. ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഒരു ചില കാര്യങ്ങൾ മാത്രമേ ഓർമ്മയിൽ വെച്ചിരിക്കണം. നിങ്ങൾ ഇവിടെ ഏതൊക്കെ ഇൻഫർമേഷൻ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വെച്ചിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ KYC-യിലൂടെ പറയണം. അഥവാ നിങ്ങൾ ഇവിടെ ന്യൂ വെരിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ പെർമിഷൻ, ലൊക്കേഷൻ പെർമിഷൻ എല്ലാം ചോദിക്കുന്നുണ്ടാകും, മൈക്ക് പെർമിഷൻ എല്ലാം നിങ്ങൾക്ക് അലോ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ
ബാങ്കിന്റെ സ്റ്റാഫ് വന്നിട്ട് വീഡിയോ കോളിലൂടെ വരും. ഇവിടെ നിങ്ങളോട് ഒരു ചില ബേസിക് കോസ്റ്റിംഗ് മാത്രം തന്നെ ചോദിക്കും. നിങ്ങളെ പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ ഓക്യുപ്പേഷൻ എന്താണ്, നിങ്ങൾ എന്തിനാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും. അക്കൗണ്ട് സേവിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാണോ അതോ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യണോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയണം. അതേപോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ വീഡിയോ KYC നടക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെയും ഒരു ഹെൽപ്പും ചോദിക്കാൻ പാടില്ല. അതേപോലെ ഇവിടെ വീഡിയോ KYC നടക്കുമ്പോൾ നിങ്ങളെ പാൻ കാർഡ് ഇവിടെ ഷോ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിക്കാൻ ലൈവായിട്ട്. അതേപോലെ ഒരു ബ്ലാങ്ക് പേപ്പറിൽ നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ഇട്ട് കാണിക്കാൻ പറയും. ഏതാണ് സിഗ്നേച്ചർ നിങ്ങളെ പാൻ കാർഡിലുള്ളത് അതിട്ട് കാണിക്കണം. അതേപോലെ നിങ്ങൾ ഇപ്പോൾ സൈൻ ചെയ്യുന്ന സിഗ്നേച്ചർ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ആവുന്നത്. അതേപോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ചെക്ക് ബുക്കിൽ നിങ്ങൾ സൈൻ ഇടുകയാണെങ്കിൽ ഈ സൈൻ തന്നെ ഇട്ട് കൊടുക്കണം. സോ ഇതേപോലെ നമ്മളെ വീഡിയോ വെരിഫിക്കേഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആകും. അതേപോലെ നിങ്ങൾ അക്കൗണ്ട് വന്നിട്ട് 5 to 10 മിനിറ്റ്സിൽ ആക്റ്റീവ് ആകുന്നതാണ്. അതും വർക്കിംഗ് ഡേയ്സിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങളെ ബാങ്കിങ് ഡീറ്റെയിൽ വന്നിട്ട് നിങ്ങൾക്ക് SMS-ലൂടെ സെൻഡ് ചെയ്യും. അതേപോലെ നിങ്ങളെ കസ്റ്റമർ ID വന്നിട്ട് മെയിലിലൂടെ സെൻഡ് ചെയ്യും. അതിന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് നമ്പറും കൂടെ കിട്ടുന്നുണ്ടാകും. ഇതിനുശേഷം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ PNB-1 ആപ്ലിക്കേഷൻ വന്നിട്ട് ഇതിലൂടെ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് യൂസ് ചെയ്യാനും പറ്റും. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം അതേപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇപ്പോഴത്തെ സമയത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ പിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ടിൽ ലോഗിൻ ആയി കഴിയും. അതോ നിങ്ങൾക്ക് ഇവിടെ ആർക്കും പൈസ സെൻഡ് ചെയ്യണമെങ്കിൽ അതോ ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ATM കാർഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ അക്കൗണ്ട് ആധാർ കാർഡിലൂടെ ആഡ് ആകുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ UPIയും ആധാർ കാർഡിലൂടെ ആഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങാൻ പറ്റും, അതും ഓൺലൈനിലൂടെ. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.